ഇപ്പോൾ ഈ ട്രാൻസ്പോസ് എന്ന് പറയാൻ എല്ലാവരും വരുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഞാനും പോകുന്നത്. ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ചിലവർ ഡൗൺ സർജറി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ ബ്രസ്റ്റ് സർജറി ചെയ്യാം. ഇത് രണ്ടും സർജറിയും ഒരുമിച്ച് ചെയ്ത ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയത്തില്ല, കാരണം അത് അത്രയും വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഒരു സർജറി ഫസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്ത് അല്ലെങ്കിൽ കുറച്ച് ഓക്കെ ആയതിനു ശേഷമാണ് അടുത്ത സർജറികൾ ചെയ്യുള്ളൂ. ചില ആൾക്കാർ അവർ അത് ഒരു ട്രാൻസ്പേഴ്സൺ ആവണമെങ്കിൽ ഫുൾ സർജറി ചെയ്ത് പെണ്ണാവണം അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ മുറിച്ച് മാറ്റണം എന്നൊന്നും എവിടെയും പറയുന്നില്ല, ഒരു നിയമങ്ങളിലും പറയുന്നില്ല. നമ്മളൊരു സെൽഫ് ഡിക്ലറേഷൻ സംഭവമുണ്ട്. കാരണം ഞാൻ വളർന്നു വരുന്ന എൻ്റെ സ്വത്തം അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഞാൻ ഒരു എൻ്റെ ബോഡിയിലുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ ആണാണെങ്കിൽ പോലും എൻ്റെ ഉള്ളിലൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് നമ്മുടെ മൈൻഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ആണായി പറഞ്ഞ് എനിക്ക് എൻ്റെ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ ഒരു അട്രാക്ഷൻ ഒരു സെക്സ് പരമായിട്ട് എനിക്ക് പറ്റില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന സെക്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് സെൽഫ് ഡിക്ലറേഷൻ. അപ്പോൾ നമ്മൾ അതിൽ മാത്രം മതി. സെക്കൻഡ് ഓപ്ഷനാണ് നമ്മൾ സർജറി ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ ശരീരഭാഗം മുറിച്ച്, അതൊക്കെ നമ്മളൊരു സ്വന്തം ഇഷ്ടം ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ട്രാൻസ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. അതിൽ എല്ലാവരും സർജറി ചെയ്യുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ എല്ലാവരും എല്ലാ സർജറിയും ചെയ്തോ അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവരെ ഹാപ്പി ആയിട്ട് ജീവിച്ച് പോട്ടെ.